ഞാനിപ്പോൾ ഇരിക്കുന്നത് 1980കളിലെ ഒരു പെരുമ്പിലാവിലെ ഗ്രാമത്തിലാണ്. ഈ ഗ്രാമം ഇന്ന് വളർന്ന് വലിയ പട്ടണമായിട്ടുണ്ട്. പക്ഷേ ആ പഴയ പെരുമ്പിലാവ് പുനർജനിച്ചിരിക്കുന്നു വിദ്യാലോകമെന്ന ഒരു റെസ്റ്റോറന്റിൽ. വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അവനെ ബഹുമാനിച്ചില്ലെങ്കിൽ ഇത് ഞാനും അജയനും കൂടിയിട്ട് മഞ്ഞൾ ബോയ്സിന്റെ ആർട്ട് ഡയറക്ടറായിട്ടുള്ള അജയൻ ചാലിശ്ശേരിയും കൂടിയിട്ടുള്ള ചർച്ചയാണ് ഇത് ഇങ്ങോട്ട് മാറാൻ കാരണം. 10-60 വയസ്സ് 58 വയസ്സായിട്ടുള്ള ആൾക്കാർ, 50 വയസ്സിന്റെ മേലുള്ള ആൾക്കാർക്ക് പണ്ടത്തെ കാലം വീണ്ടും നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഇവിടെ പണ്ടത്തെ കാലത്തെ കുട്ടനാര ചായക്കട, സൈന തിയേറ്റർ, പിന്നെ SR സ്റ്റോഴ്സ്, അങ്ങനെ അന്ന് പെരുമ്പിലാവിലുണ്ടായിരുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾ നിങ്ങളെ ജീവിതത്തെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു സത്യത്തില്. അതെ, ഞാൻ ഇവിടെയാണ് വണ്ടി ഓടിക്കലും പരിപാടിയൊക്കെ ആയിട്ട് ഇവിടെയാണ് വളർന്നത്. നമ്മൾ അന്നൊക്കെ ഒരു സിനിമയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണല്ലോ. ₹1 ഉണ്ടാക്കി സിനിമയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എംബയിലൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. മഞ്ഞുമൽ ബോയ്സിന്റെ ആർട്ട് ഡയറക്ടർ ഇതിൽ കൊണ്ടുവരുന്നുള്ള കാരണം എന്താ? അജയന്റെ നല്ലൊരു സുഹൃത്താണ്. അജയൻ ഇതിന്റെ മുമ്പ് ഇവിടെ ഹോട്ടലിന്റെ വല്ല വർക്കിന് വേണ്ടിയിട്ട് കൂടെ സഹകരിച്ചിട്ടുണ്ട്. ഫണ്ടിന്റെ ഒന്നും മാത്രം വർക്കൊക്കെ അവൻ്റെയാണ്, ഫണ്ട് മാത്രമേ എൻ്റെ ഉള്ളൂ. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാല് ഭയങ്കര രസകരമായ കാഴ്ചകളാണ്. നിറയെ മരങ്ങളുണ്ട്, പ്ലാവ്, അതുപോലെ മരങ്ങൾ, പച്ചപ്പാണ് നിറയെ. അതിനിടയിലുള്ള പഴയ കാലത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇനി ഇവിടുത്തെ ഭക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഭക്ഷണം നാടൻ ശൈലിയുള്ള ഭക്ഷണം, അത് വെളിച്ചെണ്ണയിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ചുവന്നുള്ളി, അങ്ങനെ ആൾക്കാർക്കൊരു യാതൊരുവിധ കേടുമില്ലാത്ത ഭക്ഷണമാണ് ഇവിടെ ചെയ്യുന്നുള്ളൂ. നമ്മൾ പഴയ കാലത്തെ രുചിയിലേക്ക് പോവുക, കളറും പേസ്റ്റൊന്നും ഇല്ലാത്ത പഴയ രുചിയിലേക്ക്. ആൾക്കാരുടെ ശരീരം നമ്മളായിട്ട് നാശാക്കണ്ട. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ വായിച്ചു നോക്കിയപ്പോഴേ കഴുകൻ, അതുപോലെ തന്നെ സർപ്പം, സ്വർഗ്ഗ, നമ്മള് ഒരു പഴയൊരു സിനിമയുടെ പെട്ടെന്ന് തന്നെ വായിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമ്മളൊരു പഴയ ലോകത്തേക്ക് പോകുന്ന ഒരു ഫീൽ നന്നായിട്ട് വരുന്നുണ്ട്. ഇതൊരു 80-85% ഞാൻ കണ്ട പടങ്ങൾ തന്നെയാണ്. നമുക്കൊരുപാട് സിനിമ ഭ്രാന്തുള്ള കൂട്ടത്തിലുണ്ടാവും. നമ്മളൊരു 85% ഇതിലുള്ള ഒരു 85% സിനിമകൾ, അപൂർവ സിനിമ മാത്രമേ നമ്മൾ കാണാത്തുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കണ്ട പടങ്ങൾ തന്നെയാണ്. ഏതായാലും പുതിയൊരു കൺസെപ്റ്റാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പഴയ കാലത്തേക്ക് പോകാം. അതായത് ഒരു 40-50 എത്തിയ ആളുകൾക്ക് തങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകാൻ, അവരുടെ ഓർമ്മകൾ അയവിറക്കാനുള്ള വലിയ സാധ്യതകൾ കൂടി തുറന്നിരുന്ന ഒരു റെസ്റ്റോറൻ്റ് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.